الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വാബോധത്തോടുകൂടി കഴിഞ്ഞുകൂടണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവിൻ്റെ എന്നേക്കുമുള്ള വിടപറയലാണ് മരണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ സമയത്ത് മനുഷ്യൻ അനുഭവപ്പെടുന്ന ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സക്രത്തുൽ മൗത്ത്, ഹൊമറാത്തുൽ മൗത്ത് എന്നിങ്ങനെയുള്ള പദങ്ങളിലൂടെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. നമ്മുടെ കൂടെ നമ്മുടെ ജനനത്തിന് മുമ്പേ തന്നെ നമ്മോടൊപ്പമുള്ള നമ്മുടെ റൂഹ്, ആത്മാവ് നമ്മളിൽ നിന്ന് വേർപിരിയുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും അതിനുണ്ടാകാവുന്ന ഒരു കാര്യമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. മരണവെപ്രാളം, മരണമാകുന്ന ആ യാഥാർത്ഥ്യവും കൊണ്ട് വരുന്നതാണ്. അത് മാ കുന്ത മിൻഹു തഹീദ്, ഏതൊന്നിൽ നിന്നാണോ നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് അതാകുന്നു മരണവും മരണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി പ്രവാചകന്റെ ശത്രുക്കളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ അക്രമികളായ ആളുകളുടെ മരണത്തെക്കുറിച്ച് നബിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, അക്രമികളുടെ മരണവെപ്രാളത്തിൽ അവർ അകപ്പെടുന്ന ആ രംഗം നബിയെ നീയെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നാണ്. മരണസമയത്ത് മനുഷ്യനുണ്ടാകുന്ന അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അത് അവിശ്വാസികൾക്കെന്ന പോലെ, അതിക്രമികൾക്കെന്ന പോലെ
വിശ്വാസികൾക്കും അനുഭവപ്പെടാവുന്നതാണ്. പക്ഷേ അതിൻ്റെ തീവ്രതയിലും കാഠിന്യത്തിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം. എത്രത്തോളം എന്ന് വെച്ചാൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും മരണസമയത്ത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പരിചരണത്തിലും സാന്നിധ്യത്തിലുമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് അന്ത്യയാത്ര പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ പറയുന്നുണ്ട്, മാത്തൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇന്നഹു ലബൈന ഹഖിനതി വ ദഖിനതി. പ്രവാചകൻ വേർപിരിയുമ്പോൾ അവിടുന്ന് എൻ്റെ താടിയെല്ലിൻ്റെ കീഴ്ഭാഗത്തിനും എൻ്റെ തൊണ്ടക്കുഴിക്കിടയിലുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഞാൻ നബിയോട് അടുത്തിരിക്കുമ്പോഴാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം സംഭവിച്ചതെന്നാണ്. മാ റഅയ്തുൽ വജ്അ അലാ അഹദിൻ അശദ്ദ മിൻഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തിൻ്റെ പ്രയാസങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതുപോലെ മറ്റാരും അനുഭവിക്കുന്നത് ഞാൻ കാണാനിടയായിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ഇന്ന റസൂലുള്ളാഹി കാന ബൈന യദൈഹി റഖ്വത്തും മിൻമാ. പ്രവാചക തിരുമേനിയുടെ മുൻഭാഗത്ത് പ്രവാചകൻ കുടിച്ചിരുന്ന വെള്ളത്തിൻ്റെ ഒരു തോൽപാത്രമുണ്ടായിരുന്നു. അങ്ങനെ ഫജഅല യുദ്ഖിലു യദൈഹി ഫിൽ മാ. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച സന്ദർഭത്തിൽ നബി തൻ്റെ കൈ ആ വെള്ളപ്പാത്രത്തിലേക്ക് ഇടുകയും ഫയംസഹു ബിഹാ വജ്ഹഹു വയഖൂൽ. നബി ആ വെള്ളം കൊണ്ട് തൻ്റെ മുഖം തടവിക്കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്രാത്ത്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, നിശ്ചയം ഈ മരണത്തിന് അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് സുമ്മ നസബ യദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ നാട്ടിവെച്ചു. ഫയഖൂൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫിർ റഫീഖിൽ അഅ്ലാ, പരമോന്നതനായ അല്ലാഹുവിൻ്റെ സവിധത്തിങ്കലേക്ക് എന്ന് പറഞ്ഞു. സുമ്മ ഖുബിൽ, പിന്നീട് നബിയുടെ ആത്മാവ് ഉയർത്തപ്പെട്ടു. വമാലത്ത് യദഹു, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ നിലത്തേക്ക് ചാഞ്ഞുപോയി എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ അവസാന നിമിഷത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ മരണത്തിൻ്റെ ഈ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രയുണ്ടാകും? അല്ലെങ്കിൽ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് അള്ളാഹുവിന് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് തന്നെയെങ്കിലും ഒരു ഇളവോ ഒരു ലാഘവത്വമോ അനുവദിച്ചു കൊടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നതിന് റസൂലുള്ള തന്നെ നേരത്തെ മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന അശദ്ദന്നാസി ബലാഅൻ ഫിദ്ദുനിയാ അൽ-അംബിയാ. ഈ ദുനിയാവിൽ ഏറ്റവും തീവ്രമായ പരീക്ഷണങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് അള്ളാഹു വിധേയരാക്കുന്നത് അംബിയാക്കളെയാണ്. സുമ്മൽ അംസൽ ഫൽ അംസൽ. പിന്നീട് അതിന് തൊട്ട് അടുത്ത പദവിയിലുള്ളവർ, പിന്നീട് അതിന് തൊട്ടടുത്ത പദവിയിലുള്ളവർ. ഈ ദുനിയാവിൽ നിന്ന് അവർക്ക് സഹിക്കുന്നതിനെല്ലാം ഏറ്റവും ഉത്തമമായ മഹത്തായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. അതെല്ലാ വിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ച ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, എല്ലാ മനുഷ്യർക്കും രുചി നോക്കാനുള്ള ഒന്നാണ്. ഖുർആനിൻ്റെ ആ പ്രയോഗം നോക്കൂ നിങ്ങൾ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നാണ്. എല്ലാ മനുഷ്യനും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകും. ഖുർആൻ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കല്ലാ, മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യം. ആ പ്രാണൻ നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? വഖീല മൻ റാഖ്. ആ സമയത്ത് വിപ്രാളത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കും,
ഇദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുക്കാൻ ആരാണുള്ളത് എന്ന് പറയപ്പെടും. വലന്ന അന്നഹുൽ ഫിറാഖ്, മരണമാസന്നനായ മനുഷ്യൻ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും ഇതെന്റെ വേർപാടെന്നാണ് എന്ന്. അവന്റെ കണങ്കാലുമായി കൂടിപ്പിണയുന്ന ഒരു അവസരം വരാനുണ്ട് എന്നാണ് ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ എത്ര നിസ്സഹായരാണെന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ എത്ര നിസ്സാരരാണെന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഭൂമിയിൽ അഹങ്കാരികളായി ജീവിക്കുന്ന മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ പിടിച്ചെടുക്കുന്ന റൂഹിനെ, നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ആ ജീവനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിർത്താനാകുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുർഖൂം, ജീവൻ തുടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ പിടിച്ചു നിർത്താത്തത്? ഇദാ ബലഗത്തിൽ ഹുർഖൂം വ അൻതും ഹീനഇദിൻ തൻദുറൂൻ തർജിഊനഹാ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകാത്തത്? ആ സമയത്ത് നിങ്ങൾ ഈ മരിക്കുന്ന ആളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങളിൽ ആർക്കും തന്നെ അത് പിടിച്ചു വെക്കാൻ കഴിയില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. മനുഷ്യരെ, നിങ്ങളെക്കാൾ ആ മരണമടയുന്ന വ്യക്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ ഞാനാണ്. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷേ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടറിയുന്നില്ല. സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യരും ഈ ദുനിയാവിൽ അനുഭവിക്കാനുള്ള ഒന്നാണ് മരണമാകുന്ന യാഥാർത്ഥ്യം എന്ന് ഖുർആൻ നമുക്ക് പല ആയത്തുകളിലൂടെ വിശദീകരിച്ചു തരുന്നുണ്ട്. മരണവും മരണാനന്തര ജീവിതവും അതിന് ശേഷമുള്ള കാര്യങ്ങളുമാണ് ഖുർആനിന്റെ 1/3 ഭാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ ഉണർത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊന്നും ദൈവിക നിയമങ്ങൾക്ക് വിധേയരല്ലെന്നും ദൈവഹിതത്തിനനുസരിച്ചല്ല ഞങ്ങളുടെ ജീവിതവും കാര്യങ്ങളും ഒന്നും നടക്കുന്നതെന്നും വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന നിഷേധികളുണ്ട്, അങ്ങനെ പ്രസ്താവിക്കുന്ന ധിക്കാരികളുണ്ട്. അവരോട് അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, അവർ ഇതിന് ഉത്തരം പറയേണ്ടതാണ്. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീന തർജിഊനഹാ, നിങ്ങൾ ദൈവത്തിന്റെ നിയമത്തിന് വിധേയരല്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ പിടിച്ചെടുക്കുന്ന ജീവനെ മടക്കി കൊടുക്കാൻ കഴിയുന്നില്ല? അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയരാണ് നിങ്ങൾ ദൈവിക നിയമങ്ങൾക്ക് വിധേയരാണ് എന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങളുടെ വാദത്തിൽ സത്യമുണ്ടെങ്കിൽ ഇങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന, ദൈവിക ഗ്രന്ഥത്തെ നിഷേധിക്കുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ല എങ്കിൽ മരണസമയത്ത് ഞാൻ പിടിച്ചെടുക്കുന്ന ജീവനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനാകുന്നില്ല? നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ജീവനെ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വാദത്തിലൊന്നും സത്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ ഗണ്ണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നടക്കുന്ന മരണം 2 രീതിയിലാണെന്നാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 രീതിയിലുള്ള മരണമേ ഈ ദുനിയാവിൽ നടക്കുന്നുള്ളൂ. ഒന്ന് സത്യവിശ്വാസികളുടെയും സൽക്കർമ്മകാരികളുടെയും സച്ചരിതരായ ആളുകളുടെയും മരണമാണ് നഫ്സുൻ ത്വയ്യിബ, പരിശുദ്ധാത്മാവിന്റെ മരണം. മറ്റൊരു മരണം അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും ദുഷ്കർമ്മകാരികളായ ആളുകളുടെയും മരണം, നഫ്സുൻ ഖബീസ, മ്ലേച്ഛാത്മാവിന്റെ മരണം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശങ്ങളിലൂടെയും മരണത്തെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. വിശ്വാസികളായ ആളുകൾ മരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ വരുമെന്നാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ, സുമ്മ ഇസ്തഖാമൂ, അത് വെറും പറച്ചിലിൽ മാത്രം ഒതുക്കാതെ, പ്രഖ്യാപനത്തിൽ മാത്രം അവസാനിപ്പിക്കാതെ, ആ വിശ്വാസത്തെ ജീവിതത്തിൽ നേരാം വണ്ണം
നിലനിർത്തിപ്പോന്നിട്ടുള്ള ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവരുടെ അരികിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറു, അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക, ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള സ്വർഗലോകം കൊണ്ട് നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക എന്ന് മലക്കുകൾ അവരോട് പറയുമെന്നാണ്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഞങ്ങൾ മലക്കുകൾ ഈ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ ഉറ്റമിത്രങ്ങളാണ്. വലക്കും ഫീഹാ മാ തശ്തഹീ അൻഫുസുകും, ആ മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് അവിടെ സ്വർഗലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കൊതിക്കുന്നതെല്ലാം അവിടെയുണ്ട്. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്. സ്വർഗലോകം എന്ന് പറഞ്ഞാൽ നുസുലം മിൻ ഗഫൂരിർ റഹീം, കരുണാമയനും പാപങ്ങൾ പൊറുക്കുന്നവരുമായ അല്ലാഹു വിശ്വാസികൾക്ക് നൽകുന്ന വിരുന്നു സൽക്കാരമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു സഹാബിയെ മറമാടാൻ വേണ്ടി കൊണ്ടുപോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഖബർ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ അരികിലായി സഹാബത്തിനോടൊത്ത് അവിടെ അല്പനേരം ചെലവഴിച്ചു. ആ സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ചാണ് അവരോട് സംസാരിച്ചത്. പ്രവാചക തിരുമേനി പറയുകയുണ്ടായി, ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയാ വഖിബാലിൻ മിനൽ ആഖിറ, വിശ്വാസിയായ ഒരു അടിമ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞുകൊണ്ട് പരലോകത്തേക്ക് യാത്രയാകുന്ന സന്ദർഭത്തിൽ നസ്സല ഇലൈഹി മലായികത്തും മിനസ് സമാ, ഒരു സംഘം മലക്കുകൾ വാനലോകത്ത് നിന്ന് അവന്റെ സന്നിധിയിലേക്ക് അവന്റെ സവിധത്തിങ്കിലേക്ക് ഇറങ്ങി വരും. ബീദുൽ വുജൂഹ് കാന വുജൂഹുഹും ശംസ്, സൂര്യനെ പോലെ തിളങ്ങുന്ന വെളുത്ത പ്രകാശം പൂരിതമായ മുഖങ്ങളുള്ള മലക്കുകളായിരിക്കും അവർ. മാഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, അവരുടെ കൂടെ സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കഫൻ പുടവകൾ ഉണ്ടാകും. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാകും. ഹത്താ യജ്ലിസൂ മിൻഹു ബദ്ദ ബസരിഹി, മരണമാസന്നനായ വിശ്വാസിയുടെ കൺവട്ടത്തിൽ നിറഞ്ഞ് അവന് കാണുക അവർ ചുറ്റുമിരിക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നീടാണ് മലക്കുൽ മൗത്ത് വരുന്നത്. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി ഫയഖൂൽ, ഈ വിശ്വാസിയുടെ തലക്കരികിൽ ഇരുന്നു കൊണ്ട് മലക്കുൽ മൗത്ത് പറയും, ഈ മലക്കുകളുടെ ഒക്കെ സാന്നിധ്യത്തിൽ, അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, അല്ലയോ പരിശുദ്ധാത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് അവന്റെ കാരുണ്യത്തിലേക്ക് നീ പുറപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ആ അടിമയുടെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വളരെ പ്രയാസരഹിതമായ രീതിയിൽ സൗമ്യതയോടുകൂടി പുറപ്പെടുമെന്നാണ് റസൂൽ അതിനെ ഉപമിച്ചത്. ഒരു കൂജയിൽ നിന്നൊരു കോപ്പയിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ എത്ര പ്രയാസമില്ലാതെയാണോ വെള്ളം കോപ്പയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു വരും. അപ്പോൾ മലക്കുൽ മൗത്ത് അതിനെ സ്വീകരിക്കുകയും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്വർഗീയ പട്ടുടയാടകളിൽ അതിനെ പൊതിയുകയും ചെയ്യും. ആ സന്ദർഭത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ, തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചുകൊണ്ട് നിന്റെ റബ്ബിലേക്ക് നിനക്ക് മടങ്ങിപ്പോകാം. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ ദാസന്മാരുണ്ടവിടെ, അവരുടെ കൂട്ടത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗ്ഗലോകത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് ഈ മലക്കുകൾ സന്തോഷത്തോടുകൂടി അവരെ എതിരേറ്റുകൊണ്ട് വരവേറ്റുകൊണ്ട് അവരെ അനുമോദിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് വിശ്വാസിയുടെ ആത്മാവിനെ സ്വീകരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ഇത് ഒരു ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായ ഒരു മരണമാണ് സഹോദരങ്ങളെ.
ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ ഇങ്ങനെ മരിക്കാൻ നമുക്കാവണം. സമാധാനത്തോടുകൂടി സൗമ്യതയോടുകൂടി നമ്മുടെ ആത്മാവിനെ മലക്കുകൾ സ്വീകരിക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ള സൂറ അൻ-നാസിറാത്തിലെ 2-ാമത്തെ ആയത്താണ് വന്നാശിതാതി നഷ്താ. വളരെ സൗമ്യതയോടുകൂടി ആത്മാക്കളെ പുറത്തെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യമെന്ന്. ഇത് വിശ്വാസികളുടെ മലക്കുകളെയാണ്, ഈ വിശ്വാസികളുടെ ആത്മാക്കളെയാണ് ആ മലക്കുകൾ പുറത്തെടുക്കുന്നത് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ എന്ന ഈ ആശീർവാദത്തോടുകൂടി അള്ളാഹുവിന്റെ സവിധത്വത്തിലേക്ക് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കഴിവിൻ്റെ പരമാവധി ആവുന്നത്ര അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ പാലിച്ചുകൊണ്ട് ജീവിതത്തെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവേ, നീ ഞങ്ങൾക്കതിന് തൗഫീക്കും സഹായവും നൽകണമേ നാഥ. സഹോദരങ്ങളെ, അവിശ്വാസികളായ ആളുകളുടെ, കപടവിശ്വാസികളും ദുഷ്കർമ്മകാരികളുമായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് അവരുടെ ആത്മാക്കളെ എങ്ങനെയായിരിക്കും പിടിച്ചെടുക്കുക എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയൊക്കെ തന്നെ തൻ്റെ സഹാബത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട്. വന്നാസിആതി ഗർഖാ. സൂറ അൻ-നാസിആത്തിലെ പ്രഥമ സൂക്തം തന്നെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് അവിശ്വാസികളായ അധർമ്മകാരികളായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചെടുക്കുന്ന മലക്കുകളെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു വന്നാസിആതി ഗർഖാ. ഊളിയിട്ട് ചെന്ന് ഊരിയെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യമെന്നാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ബിന്ദുവിലേക്കും വെള്ളത്തിൽ ഊളിയിട്ട് പോകുന്ന പോലെ ശരീരത്തിലേക്ക് മലക്കുകൾ ഊർന്നിറങ്ങി ഊളിയിട്ട് ചെന്ന് ഊക്കോടുകൂടിയായിരിക്കും നമ്മുടെ ആ അവിശ്വാസികളായ ആളുകളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുക എന്ന്. അതിന് അവിശ്വാസികളുടെ ശരീരത്തെ അതിനു മുമ്പ് മലക്കുകൾ തന്നെ പാകപ്പെടുത്തുന്ന കാര്യം ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. പ്രവാചകരെ, നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക. അവിശ്വാസികളെ മലക്കുകൾ മരിപ്പിക്കുന്ന സന്ദർഭം. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. അവരുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലുമൊക്കെ അടിച്ചുകൊണ്ട് അവരുടെ ശരീരത്തെ അവർ പാകപ്പെടുത്തും എന്ന് അല്ലാഹു പറയുകയാണ്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദിഹിം അഖ്രിജൂ അൻഫുസകും. നബിയെ, അക്രമകാരികളായ ആളുകൾ മരണത്തിന് വിധേയരായി മരണത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭം നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വൽ മലായികതു ബാസിതു ഐദിഹിം. മലക്കുകൾ അവരുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറയും അഖ്രിജൂ അൻഫുസകും, നിങ്ങളുടെ ആത്മാക്കളെ പുറത്തെടുക്കൂ എന്ന്. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. ഇന്ന് മുതൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് നിന്ദ്യമായ ശിക്ഷ. ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. വാസ്തവ വിരുദ്ധമായ സത്യമല്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു പരത്തിയതിന്റെ പേരിലാണത്. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങൾ അഹങ്കാരികളായി ഈ ദുനിയാവിൽ കഴിഞ്ഞുകൂടിയത് കൊണ്ടാണ്
ഇങ്ങനെയുള്ള ദാരുണമായ അന്ത്യം നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അവരെ ഉണർത്തുമെന്നാണ്. നോക്കൂ നിങ്ങൾ, എത്ര ദാരുണമായ പരിതാപകരമായ ഒരു അന്ത്യവും വേർപാടുമാണത് എന്നാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ അബ്ദൽ കാഫിർ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ. അവിശ്വാസിയായ ഒരു അടിമ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുകയും പരലോകത്തേക്ക് അവൻ യാത്ര പോവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നസല ഇലൈഹി മിനസ്സമാഇ മലായിക ഗിലാദുൻ ശിദാദുൻ സൂദുൽ വുജൂഹ്, അവന്റെ അരികിലേക്കും മലക്കുകൾ ഇറങ്ങി വരും. അവർ കഠിന ഹൃദയരായിരിക്കും, പരുഷ സ്വഭാവികളായിരിക്കും, കറുത്ത മുഖത്തോടു കൂടിയുള്ളവരായിരിക്കും. എന്നിട്ട് അവന്റെ കാഴ്ച നിറയെ അവർ നിറഞ്ഞിരിക്കും. വജാ മലക്കുൽ മൗത്ത്, അവന്റെ അരികിലേക്ക് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് അവനോട് പറയും, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ ഉഖ്റുജി ഇലാ സഖ്തിൻ മിനല്ലാഹി വഗളബ്, അല്ലയോ മ്ലേച്ഛാത്മാവേ, അള്ളാഹുവിന്റെ കോപശാപങ്ങളിലേക്ക്, അവന്റെ ദേഷ്യത്തിലേക്ക്, അനിഷ്ടത്തിലേക്ക് നീ കടന്നു പോകൂ എന്ന് മലക്കുൽ മൗത്ത് അവനോട് പറയുമെന്നാണ്. എന്നിട്ടോ അവർ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും മ്ലേച്ഛമായ ഒരു വസ്ത്രത്തിലായിരിക്കും ആ ആത്മാവിനെ പൊതിയുക എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരു അവിശ്വാസിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചെടുക്കുന്നത് പ്രവാചകൻ ഒരു ഉപമയിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത് 4 ഭാഗത്തേക്കും എല്ലാ ഭാഗത്തേക്കും മുള്ളുകളുള്ള ഒരു ഇരുമ്പ് ദണ്ട് നനഞ്ഞ പരുത്തിക്കെട്ടിൽ നിന്ന് എത്ര ഊക്കോടുകൂടിയായിരിക്കും നമ്മൾ വലിച്ചെടുക്കുക, അത് പറിച്ചെടുക്കാനായി ആവുകയില്ല. അതേപോലെയായിരിക്കും മലക്കുകൾ അവന്റെ ശരീരത്തെ അടിച്ച് പാകപ്പെടുത്തി ആത്മാവിനെ പറിച്ചെടുക്കുക. ഇത് പറഞ്ഞുകൊണ്ടാണ് വന്നാസിആതി ഗർഖ, അവന്റെ എല്ലാ നാഡി നരമ്പുകളിലും ശരീരത്തിന്റെ ഓരോ ബിന്ദുവിലും അവൻ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു രംഗത്തോടു കൂടിയായിരിക്കും അവൻ ഇവിടുന്ന് വേർപിരിയുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരവസ്ഥയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് ഈ ദുന്യവിയായ ജീവിതത്തിൽ നമ്മൾ നടത്തേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് വീണ്ടും വീണ്ടും ഉത്ബോധിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ച് ഈ ദുനിയാവിൽ നിന്ന് സന്തോഷത്തോടുകൂടി നമുക്ക് വിട പറഞ്ഞു പോകേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യമായും പരസ്യമായുമുള്ള അവസ്ഥകളിൽ പറ്റിപ്പോയിട്ടുള്ള ധാരാളം തെറ്റുകളുണ്ട്. മനസ്സിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നവനെ, ഞങ്ങളുടെ ജീവനാഡിയേക്കാൾ സമീപസ്ഥനായിട്ടുള്ളവനെ, നിന്റെ കാരുണ്യം കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഞങ്ങളുടെ ഗുരുനാഥന്മാർക്കും സഹപ്രവർത്തകർക്കും റബ്ബേ, അവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ രോഗത്തിന് വേണ്ടി രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളവർ എല്ലാവർക്കും ശിഫയും ശമനവും സൗഖ്യവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.